എന്തായാലും പോവേണ്ട 2-3 സ്പോട്ടുകളും പിന്നെ കൈ കരുതേണ്ട കുറച്ച് സാധനങ്ങളും. ഇറങ്ങാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് പിന്നെ നിങ്ങൾ വിഷമിക്കരുത് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ നമ്മളുള്ളത് ടോബർമറിയിലാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമ്മൾ ഇറങ്ങിയത് ഒരു 4-4:30 ആ സമയത്തായിരുന്നു. ഭയങ്കര ഇരുട്ടായിരുന്നു. മാത്രമല്ല പിന്നെ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇൻട്രോ എടുക്കുന്നത്. ഇപ്പൊ നമ്മള് ക്രൂസ് ഷിപ്പ് ഫ്ലവർ പോട്ട് ഐലൻഡിലേക്ക് പോകാനുള്ള ക്രൂസ് ഷിപ്പിന്റെ ടിക്കറ്റ് ഓൾറെഡി നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അതിന്റെ ടിക്കറ്റ് പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക. അതിന്റെ ടിക്കറ്റ് പ്രിന്റ് എടുത്തിട്ട് വേറൊരു പാർക്കിംഗ് ലോട്ടിൽ വെയിറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് ഒരു ബസ് വന്ന് നമ്മളെ പിക്ക് ചെയ്തിട്ട് ക്രൂസ് ഷിപ്പിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നമുക്ക് ഇപ്പൊ പോയിട്ട് ടിക്കറ്റ് കളക്ട് ചെയ്യാം. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാൻ ഗൈസ്. വെയിറ്റ് വീഡിയോയിലേക്ക് കടക്കാൻ വരട്ടെ. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ടോബർമറി പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ എന്തായാലും പോവേണ്ട 2-3 സ്പോട്ടുകളും പിന്നെ കൈ കരുതേണ്ട കുറച്ച് സാധനങ്ങളും അത് പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ടോബർമറി പോകുമ്പോൾ മസ്റ്റ് വിസിറ്റ് ആയിട്ടും പോയിരിക്കേണ്ട 2 സ്പോട്ടുകളാണ് ഫ്ലവർ പോട്ട് ഐലൻഡും ഗ്രോട്ടോയും. അതിൽ നമ്മൾ ടോബർമറിയിൽ നിന്ന് ഫ്ലവർ പോട്ട് ഐലൻഡിലേക്ക് പോകുന്നത് ഒരു ക്രൂസ് ഷിപ്പ് ത്രൂ ആണ്. അതിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ക്രൂസ് ഷിപ്പിന്റെ നെയിം ബ്രൂസ് ആങ്കർ ടൂർസ് എന്നായിരുന്നു. അവിടെ ഏകദേശം 3 ക്രൂസ് ഷിപ്പുകൾ റൺ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ഏതിൽ വേണമെങ്കിലും ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ ക്രൂസ് ഷിപ്പിന്റെ ടിക്കറ്റ് പ്ലസ് എൻട്രി ടിക്കറ്റും കൂടെ കൂടിയിട്ടായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. $84 ആയിരുന്നു പെർ പേഴ്സൺ ആയിട്ടുണ്ടായിരുന്നത്, ഇൻക്ലൂഡിങ് ടാക്സ്. ക്രൂസ് ഷിപ്പ് ഞങ്ങൾ ബുക്ക് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും സെയിം ക്രൂസ് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ സെക്കൻഡ് അട്രാക്ഷൻ വന്നിട്ട് ഗ്രോട്ടോ ആണ്. ഗ്രോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ട്രെയിലിൽ കൂടെ ഹൈക്ക് ചെയ്ത് പോയി കാണുന്ന ഒരു കേവ് ആണ്. ആ കേവിന്റെ അടുത്തൊരു ലേക്ക് ഉണ്ട്. ഭയങ്കര ഭംഗിയാണ് ആ കേവും ലേക്കും കാണാനായിട്ട്. നിങ്ങൾക്ക് ആ ലേക്കിൽ ഇറങ്ങാൻ പറ്റും. അത്യാവശ്യം നല്ല തിരമാലയൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ലേക്കാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും പോകുമ്പോൾ ഒരു ഡ്രസ്സ് കൈ കരുതണം, നന്നാവും. പിന്നെ അവിടെ ചെന്നിട്ട് ഇറങ്ങാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് പിന്നെ നിങ്ങൾ വിഷമിക്കരുത് ഗൈസ്. ഇതിനൊക്കെ മുമ്പ് നമ്മൾ ഗ്രോട്ടോയിലേക്ക് പോകുമ്പോൾ ഒരു ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പാർസ് കാനഡ വെബ്സൈറ്റ് ത്രൂ ആയിരുന്നു. അതിന് ഞങ്ങൾക്ക് ആയിട്ടുണ്ടായിരുന്നത് $39.25 ആയിരുന്നു. ഇതിൽ 3 സംഭവങ്ങൾ ഇൻക്ലൂഡഡാണ്. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർ പാർക്ക് ചെയ്യാനുള്ളൊരു ടിക്കറ്റ്, പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഉള്ള എൻട്രിയും പിന്നെ സർവീസ് ചാർജും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഈ റേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ഡേ യൂസിനാണെങ്കിലും ക്യാമ്പിങ്ങിനാണെങ്കിലും നമ്മൾ പാർക്സ് കാനഡ വെബ്സൈറ്റ് ത്രൂ തന്നെയാണ് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്യണത്. ഈ ഡേ യൂസിന് നമുക്കൊരു 4 അവർ സ്ലോട്ടാണ് കിട്ടുന്നത്. ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് 8 to 12 സ്ലോട്ടായിരുന്നു. നിങ്ങൾ ഫ്ലവർ പോട്ട് ഐലൻഡിൽ പോവുകയാണെങ്കിലും ഗ്രോട്ടോയിൽ പോവുകയാണെങ്കിലും സ്നാക്സും വെള്ളം എല്ലാം കൈ കരുതണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈക്ക് ചെയ്തൊക്കെ പോകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ദാഹിക്കാൻ വിശക്കാം. അതുകൊണ്ട് സ്നാക്സ് ഒക്കെ കൈ കരുതണം. അതിനൊന്നും അവിടെ ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഇല്ല. പക്ഷെ നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും എവിടെ ഇടാൻ പാടില്ല. അതുപോലെ തന്നെ കോസ്റ്റൽ സൈഡ് ആയതുകൊണ്ട് നമ്മൾ വെതർ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. അന്ന് റെയിൻ വാർണിംഗ് കാണിച്ച സമയത്തല്ല, അല്ലാതെയൊക്കെ മഴ പെയ്തായിരുന്നു. അതുകൊണ്ട് വല്ല വിൻഡ് ബ്രേക്കറോ റെയിൻ കോട്ടോ കൊടയോ എന്തെങ്കിലുമൊക്കെ കൈ കരുതുന്നത് നല്ലതായിരിക്കും. ഇത് രണ്ടും നിങ്ങൾ റിസർവ് ചെയ്യണ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മോട്ടൽസും കൂടെ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കണം. കാരണം ഡേറ്റ് എടുക്കുന്തോറും നമ്മൾ തൊട്ടടുത്ത ഡേറ്റിന് ബുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആയിരിക്കും. സോ നിങ്ങളിതെല്ലാം നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത് നിങ്ങളുടെ ട്രിപ്പ് അടിപൊളിയാക്കുക. അതുപോലെ ഞാൻ കുറേ ഡീറ്റെയിൽസ് വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഈ ഇൻഫർമേഷൻസ് ഒക്കെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ എൻ്റെ എഡിറ്റർ എന്നോട് പറഞ്ഞു നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഫേസ് ടു ഫേസ് ഇരുന്ന് പറയണതായിരിക്കും സബ്സ്ക്രൈബേഴ്സിന് കൂടുതൽ ഇഷ്ടമെന്ന്. അതുകൊണ്ട് കണ്ടിന്യൂറ്റി പോവാതിരിക്കാൻ സെയിം ഔട്ട്ഫിറ്റ് ഇട്ട് വന്നിട്ട് ഞാൻ വേറൊരു ദിവസമായി വീഡിയോ എടുക്കണത്. അപ്പോൾ നിങ്ങൾ എൻ്റെ എഡിറ്ററിൻ്റെയും ആത്മാർത്ഥത കാണാതെ പോകരുത്. വീഡിയോ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്നലെ മേടിച്ചൊരു പിസ്സയും പിന്നെ വരുന്ന വഴിക്ക് ടിമ്മിന്ന് 2 കോഫിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. ടോബർമറിയുടെ തൊട്ടടുത്തൊന്നും മെഗ്ഡിയും ടിമ്മൊന്നും ഇല്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കോഫിയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്ന വഴിക്ക് തന്നെ കഴിക്കണതായിരിക്കും ബെറ്റർ. ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ റിസർവ് ചെയ്താലും ഇവിടെ വന്ന് നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കണം. അപ്പം നമ്മൾ ടിക്കറ്റ് എല്ലാം കളക്ട് ചെയ്തിട്ട് ആ പാർക്കിംഗ് ലോട്ടിൽ ഈ പാർക്കിംഗ് ലോട്ടിലേക്ക് വന്നു. 2 മിനിറ്റ് ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഇപ്പം നമുക്ക് പോകാനുള്ള ഷെൽട്ടേഴ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിലാണ് നമ്മൾ ഡോക്കിലേക്ക് പോണത്. ഇതാണ് നമ്മളിന്ന് വന്നേക്കണം നമ്മുടെ എന്താ പറയുക സാരഥി.
ഞങ്ങൾ കാർ എടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റർപ്രൈസിൽ നിന്നായിരുന്നു. ഞങ്ങൾക്കൊരു ഡീലിൽ കിട്ടിയതാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും എൻ്റർപ്രൈസിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫറിൽ കാറെല്ലാം കിട്ടും. അവർ നമ്മുടെ ടൈം സ്ലോട്ടിൽ 1 അവർ മുമ്പ് എത്താനാണ് നമ്മളോട് പറഞ്ഞേക്കണത്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് മുമ്പെങ്കിലും എത്തണം. എങ്കിലാണ് നമുക്ക് ബോട്ടിൽ കയറുമ്പോൾ ഇഷ്ടമുള്ളിടത്ത് ഇരിക്കാനൊക്കെ പറ്റുള്ളൂ. ഞങ്ങൾ ബസ്സിൽ കയറി അവിടെ ചെന്നപ്പോൾ ഓൾറെഡി കുറേ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. പിന്നെ നല്ല ഒരു സൺസ്ക്രീനും ഹാറ്റും നിങ്ങൾ മസ്റ്റായിട്ട് കയ്യിൽ കരുതണം. കാരണം നല്ല രീതിയിൽ ടാൻ അടിക്കും. ക്രൂസ് ഷിപ്പ് വന്ന് നിന്നതും സ്കൂൾ വിട്ട പോലെ ആൾക്കാർ അതിൽ കയറാൻ വേണ്ടിയിട്ട് പോകണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അതിൻ്റെ മേളിലത്തെ സീറ്റിൽ തന്നെ ഇരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് മേളിൽ തന്നെ സീറ്റ് കിട്ടി. ഇന്നലെ നമുക്കൊരു മെയിൽ വന്നായിരുന്നു, ഇവിടെ ഭയങ്കര വിൻഡി ആയതുകൊണ്ട് ചിലപ്പോൾ ക്യാൻസൽ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എവിടെ പോയാലും നമ്മൾ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ അവസ്ഥ എന്ന് ഓർത്തിട്ട്. കാരണം ഞങ്ങൾ നായഗ്രയിൽ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ നേരത്തും അവിടെ വിൻഡി ഉണ്ട്, ഞങ്ങൾക്ക് അവിടുത്തെ ബോട്ടിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ മെയിൽ വന്നു, വിൻഡി ആണെങ്കിൽ പോലും അവർ സ്റ്റിൽ സെയിലിംഗ് നടത്തേണ്ട പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡോക്കിൽ നിന്നാണ് ഇന്ന് അവർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഫ്ലവർ പോട്ട് ഐലൻഡിലേക്ക് പോണ വഴിക്ക് നമുക്കൊരു ഷിപ്പ്രക്ക് കാണാൻ പറ്റും. 1885 ഓഗസ്റ്റ് 23 ഒരു കല്ലിലിടിച്ചിട്ട് ഈ ഷിപ്പ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് താന്നു പോവുക ഉണ്ടായത്. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 3 അത് ബിഗ് ടബ് ഹാർബറിലേക്ക് മൂവ് ചെയ്തു. നമുക്കിങ്ങനെ പോകുമ്പോൾ നല്ല രീതിയിൽ അത് കാണാൻ സാധിക്കും. എല്ലാ സൈഡിലിരിക്കണവർക്കും ഒരുപോലെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോണ ക്രൂസ് ഷിപ്പ് ഒരു 3-4 പ്രാവശ്യം അവിടെ തന്നെ കിടന്ന് റൗണ്ട് അടിക്കും. അതുപോലെ ഫ്ലവർ പോട്ട് ഐലൻഡിലെ ലൈറ്റ് ഹൗസ് ആയാലും ഫ്ലവർ പോട്ട് ആയാലും നമുക്ക് ഷിപ്പിൽ കൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ ഷിപ്പിൽ നിന്ന് തന്നെ എടുക്കാം. കാരണം ദൂരേന്ന് കാണുന്ന പോലത്തെ വ്യൂ ആയിരിക്കില്ല അടുത്തുനിന്ന് കാണുമ്പോൾ, അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു മാപ്പ് കാണാം. 3 വഴി കൂടെ നമുക്ക് ഫ്ലവർ പോട്ടും ലൈറ്റ് ഹൗസും കാണാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റും. ഗൈസ്, ഇപ്പം നമ്മൾ ഫ്ലവർ പോട്ട് ഐലൻഡിലെത്തി. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ക്രൂസ് ഒരു 50 മിനിറ്റ്സ് എടുത്തു. ഇനി ഇവിടെ നമ്മളിപ്പോൾ ഇപ്പോൾ ചൂസ് ചെയ്തില്ലേ നമ്മൾ ഗ്രീൻ, ആ ഗ്രീനിൽ ഒരു 30 മിനിറ്റ്സ് വാക്കൈ ട്രയലിൽ കാണിക്കുന്നത്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് ബ്ലാക്കിൽ കൂടെ വരാനാണ് പ്ലാൻ ചെയ്തേക്കണം. എന്നിട്ട് നമ്മുടെ തിരിച്ച് ഡിപ്പാർച്ചർ ടൈം 12:30. അപ്പോൾ നമ്മൾ 12:15 അവിടെ ഉണ്ടാവണം. 2 അവറിൻ്റെ ഡ്രോപ്പ് ഓഫ് ക്രൂയിസ് ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൾട്ടിപ്പിൾ ടൈമിൻ്റെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. കേസ് ഇപ്പം നമ്മൾ നടന്നൊരു 30 മിനിറ്റ് 35 മിനിറ്റ് ഒക്കെ നടന്നിട്ട് ഫ്ലവർ പോട്ട് കാണാൻ വേണ്ടിയിട്ട് പോവാം. ഈ ഐലൻഡിൻ്റെ പേര് ഫ്ലവർ പോട്ട് ഐലൻഡ് എന്നാ. അതുപോലെ കിളികളുടെ കളകളാരവം, തിരകളുടെ തിരമാല സൗണ്ട് എല്ലാം കൂടെ കൂടി വളരെ ശാന്ത സുന്ദരമായ ഒരു സ്ഥലമാണ് ഫ്ലവർ പോട്ട് ഐലൻഡ്. വിഷ്ണുവേട്ടൻ അതിൻ്റെ ഭംഗി ആസ്വദിച്ച് ഏതെങ്കിലും കല്ലിൽ പോയി തലയിടിക്കും മിക്കവാറും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കും നമ്മൾ ബുക്ക് ചെയ്തതിനനുസരിച്ച്. അതാണ് ഗൈസ് ഫ്ലവർ പോട്ട്. സൂക്ഷിച്ചു നോക്കിയ ആളിന്റെ മുഖം പോലെ കാണാം. തല, മൂക്ക്, കണ്ണ്, വായ ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഫ്ലവർ പോട്ടിൻ്റെ തൊട്ടടുത്ത് നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സമ്മർ ആയതുകൊണ്ടും വീക്കെൻഡ് ആയതുകൊണ്ടും അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. ഗൈസ്, അങ്ങനെ നമ്മൾ ഫ്ലവർ പോട്ട് ഐലൻഡിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗി ഉണ്ടായിരുന്നില്ലേ കാണാൻ. ഇപ്പം നമ്മൾ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. ലൈറ്റ് ഹൗസ് കാണുമ്പോഴേക്കും നമുക്ക് തിരിച്ച് പോയിട്ട് നമ്മുടെ ഡിപ്പാർച്ചർ ടൈം ആവും. അപ്പോൾ ഭയങ്കര നിങ്ങൾക്ക് കുറച്ചധികം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 അവേഴ്സിൻ്റെ ഡ്രോപ്പ് ഓഫ് ക്രൂയിസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഞങ്ങൾ 2 അവേഴ്സിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് ഏറ്റവും നല്ല വെതർ, ഏറ്റവും നല്ല ടൈം വിസിറ്റ് ചെയ്യാൻ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആയിരിക്കും. കാരണം ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് ചിലപ്പോൾ സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്ന ട്രെയിലിൽ കൂടെ ആയിരുന്നില്ല തിരിച്ചു പോയത്. ലൈറ്റ് ഹൗസിലേക്ക് പോണ വഴിക്കുള്ള ഒരു ട്രെയിനിൽ നമ്മൾ ഇതുപോലെ കയറി ചെല്ലുമ്പോൾ ഒരു ഗുഹയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ കയ്യിൽ കുറച്ച് സ്നാക്സും വെള്ളം എല്ലാം കരുതിയിട്ടുണ്ടായിരുന്നു. നമുക്കിതിന് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നും ഇവിടെ ഇല്ല.
ഷിപ്പിൽ കയറി നമ്മൾ തിരിച്ചിവിടെ വന്നപ്പോഴേക്കും നമ്മളെ വെയിറ്റ് ചെയ്ത് ഷട്ടിൽ ബസ് ഉണ്ടായിരുന്നു. ഗൈസ്, നമ്മളിവിടെ തൊട്ടടുത്തുള്ള മോട്ടലാണ് എടുത്തേക്കണത്. റൂം നമ്പർ 5 ആണ് നമുക്ക് കിട്ടിയേക്കണത്. ഇവിടുന്ന് 5 മിനിറ്റ് ഉള്ളൂ നമ്മളിപ്പോൾ പോയ ഹാർബറും എല്ലാം. അതുപോലെ തന്നെ ഇവിടുന്ന് 5 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളത്. അപ്പം നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ടോബർമറിയിൽ അങ്ങനെ ഒരുപാട് ഫുഡിന് ഓപ്ഷൻസ് ഇല്ല. ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഫിഷ് ആൻഡ് ചിപ്സ് ആയിരുന്നു കോമൺ ആയിട്ട് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ടോബർമറിയിലെ ഒരു ബ്രൂവറിയിലായിരുന്നു ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി ആംബിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പുറത്തിരിക്കാനുള്ള ഓപ്ഷനും ഉണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്തതുകൊണ്ട് ഞങ്ങൾ അകത്തിരിക്കാനായിരുന്നു ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിഷ് ആൻഡ് ചിപ്സും പിന്നെ ഒരു ഫ്രൈഡ് ഫിഷ് ടാക്കോസും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഫിഷിൻ്റെ അങ്ങനെ വലിയ ഫാനൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു ഫുഡ്. ഞങ്ങളെടുത്ത മോട്ടലിൽ ശരിക്കും 4 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. 2 ക്വീൻ സൈസ് ബെഡ് ഉണ്ടായിരുന്നു. ഹായ് ഗൈസ്, നമുക്കിവിടെ സിറ്റി കാണിച്ചു കൊടുക്കും. ഈവനിങ് ആയപ്പോൾ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ബീച്ചിലേക്കാണ് പോയത്. ഇവിടെ കുറേ ബീച്ചുണ്ട്, അതിൽ ഞങ്ങൾ ചൂസ് ചെയ്തത് സിംഗിങ് സാൻഡ്സ് ബീച്ചായിരുന്നു. ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ നമ്മളിവിടെ പേ ചെയ്യണം. ഞങ്ങളിവിടെ കാറ് പാർക്ക് ചെയ്തതിന് ഞങ്ങൾക്ക് $24 ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഞങ്ങള് സിംഗിങ് സാൻഡ്സ് ബീച്ചിലാണുള്ളത്. നമ്മൾ നടന്ന് കുറെ ഇങ്ങ് പോന്നു. ഞങ്ങൾ വിചാരിച്ച പോലെയല്ല ബീച്ച്. ജസ്റ്റ് നമുക്ക് മുട്ടിന്റെ അത്രയും പോലും വെള്ളമില്ല. ഇവിടെ ബീച്ച് വോളിബോൾ പോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് സ്പോട്ടാ. അതേ ആൾക്കാർ ഇതേവിടെ ഇഷ്ടം പോലെ അങ്ങ് നടന്നൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങ് നടുക്കേട്ട് ചെല്ലുന്തോറും ഉണ്ട്. പക്ഷെ നമ്മളത് ഇത്രയും ദൂരം പോന്നിട്ട് നമുക്കിതേ കാലിന്റെ അത്രയും പോലും വെള്ളമില്ല. വെള്ളത്തിന് ഇറങ്ങാൻ നേരത്തെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങി 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കാല് ഫ്രീസായിട്ടാണോ എന്താണെന്നറിയില്ല, പിന്നെ തണുപ്പ് അറിഞ്ഞേ ഉണ്ടായിരുന്നില്ല. അതുപോലെ സൺസെറ്റിൻ്റെ സമയം ആവാറായപ്പോഴേക്കും ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് ഗ്രില്ല് പരിപാടികളും കാര്യങ്ങളും ഒക്കെ നോക്കണ്ടായിരുന്നു. അതും നല്ലൊരു ഓപ്ഷനാണ്. രാവിലെയൊക്കെ നല്ല കാറ്റുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല വെതറായിരുന്നു. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ ചെറിയൊരു തണുക്കാനൊക്കെ തുടങ്ങി. പക്ഷെ അത്ര കുഴപ്പമില്ല. പിള്ളേരൊക്കെ ബേർഡ്സിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. ഗ്രോട്ടോയിൽ പോയതിൻ്റെ വീഡിയോ ഞാൻ പാർട്ട് 2 ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ആരും അത് മിസ് ചെയ്യരുത്, അതും കാണണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ കമൻറ്റ് ബോക്സ് ത്രൂ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.